പഞ്ചായത്തില് സാന്റ വരുന്നത് ക്രിസ്മസിനാ, രാവിലെ എണീറ്റ് പള്ളി പോന്നത് ക്രിസ്മസിനാ, പള്ളിയിലച്ഛനെ ആദ്യമായി കാണുന്ന ക്രിസ്മസിനാ, അമ്മച്ചി പോർക്കും ബീഫും വെച്ച് തരുന്നത് ക്രിസ്മസിനാ, നല്ല ബീഫും കൂട്ടി റമ്മ്, നല്ല പോർക്കും കൂട്ടി ചോറ്, എല്ലാം ഉരുട്ടി കുഴച്ച് പിഴച്ചെനിക്കണ രാവിലെയാ 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 വന്നാട്ടെ വന്നാട്ടെ സാന്റാക്ലോസ് വന്നാട്ടെ. അപ്പൊ വെൽക്കം ടു സാന്റാക്ലോസ് മേക്കിംഗ്. ഈ പ്രോജക്ടിന്റെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ഇതിന്റെ മേക്കിംഗ് അല്ല, പകരം ഒരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു PVC പൈപ്പ് ഒപ്പിച്ചെടുക്കലാണ്. പിന്നെ ഇവിടുത്തെ പോരാളിന്റെ കൺസെന്റ് ഒപ്പൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ ഞാൻ പണിയിലേക്ക് ഇറങ്ങിയത്. ഇനി പ്രോസസ്സിലേക്ക് വരാം. ആദ്യം തന്നെ കുറച്ച് അടികട്ടിയുള്ള 2 കുപ്പികൾ എടുക്കുക. രാവിലെ ആയാൽ നമ്മുടെ പോരാളി തൈലത്തിൽ മുങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറെ തൈലത്തിന്റെ കുപ്പികളുണ്ട് ഇവിടെ. അതിനെ നമ്മൾ ഈ കാണിച്ച പോലെ 5 സെന്റിമീറ്റർ വെച്ച് മുറിച്ചെടുക്കണം. അതിനുശേഷം ഒരു 20 സെന്റിമീറ്ററിൽ 2 PVC പൈപ്പ് ഒപ്പിക്കണം. ശേഷം നമ്മളൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ മുറിച്ച പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ കൂടാണ്ട് ആ PVC പൈപ്പും വെച്ച് ഒരു ഷൂവിന്റെ ആകൃതിയിൽ വരച്ചെടുക്കാം. വരച്ചെടുത്ത കാർഡ്ബോർഡിനെ മുറിച്ച് നമുക്ക് അതിന്റെ മുകളിൽ ആ PVC പൈപ്പും പിന്നെ ആ ബോട്ടിലിന്റെ പീസും ഒട്ടിക്കാം. അയ്യോ, പണി തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഈ പ്രോജക്റ്റിലെ പ്രധാനി നമ്മുടെ സാന്റാക്ലോസ് അല്ല, പകരം എടവും വലവും നോക്കാതെ നമ്മളെ തുടക്കം മുതൽ അവസാനം വരെ സഹായിച്ച ഈ ഗ്ലൂഗൺ ആണ്. ഗ്ലൂഗണിന്റെ ജീവൻ ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ ഇത് പറയാൻ എന്നോട് തീർച്ചയായിട്ടും പറയും. കാരണം പ്രോജക്റ്റിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഗ്ലൂഗണിനെ പിഴിഞ്ഞ് ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം ഗ്ലൂ സ്റ്റിക്ക് നിങ്ങൾ കയ്യിൽ കരുതിക്കോ. കൂടാതെ ഒരു ഗ്ലൗസും കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലത്. എന്റെ കൈ കണ്ട് ചോറിന് കൂട്ടാൻ പപ്പടം ഉണ്ടാക്കി വെച്ചതാണോ എന്ന് അച്ചു വരെ തെറ്റിദ്ധരിച്ചു കേട്ടോ. അപ്പൊ വീണ്ടും നമുക്ക് പ്രോസസ്സിലേക്ക് വരാം. ഇതിൽ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒപ്പിക്കേണ്ട ഒരു കാര്യം റെഡ് വെൽവെറ്റ് ക്ലോത്ത് ആണ്. അത് നമുക്ക് ഈ തുണി മുറിച്ചു കൊടുക്കുന്ന എല്ലാ കടയിലും കിട്ടും. അതിന്റെ മെഷർമെന്റ് ഞാൻ വാങ്ങിയത് ഒരു 1/2 മീറ്റർ ആണ്. പക്ഷെ നിങ്ങളുടെ ബോട്ടിലിനെയും PVC പൈപ്പിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത്. ഇനി നമുക്ക് വെൽവെറ്റ് ക്ലോത്തിനെ മുറിച്ച് PVC പൈപ്പിന്റെ ചുറ്റിലും ഒന്ന് ചുറ്റി കൊടുക്കാം. ഒരു PVC പൈപ്പിന് മാത്രം വെൽവെറ്റ് പൊതിഞ്ഞത് പട്ടി അടിച്ച പോലെ ആയി പോയിട്ടുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാച്ചാ നമുക്ക് ശരിക്കും അത്രേ ആവശ്യമുള്ളൂ. സാന്റയുടെ കാലിന്റെ ആങ്കിൾ ലെങ്ത് വരെ ഷൂ കവർ ചെയ്യുമല്ലോ. ഇനി അടുത്തത് ഷൂവിന്റെ പ്രോസസ് ആണ്. ഷൂവിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. ഗ്ലിറ്റർ പേപ്പർ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ചുമ്മാ ഒരു ചാർട്ട് പേപ്പർ ആയാലും മതി കേട്ടോ. പിന്നെ ക്രിസ്മസിന് മാത്രമാണല്ലോ പുള്ളിക്കാരൻ ഒരു ഇത്തിരി ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരം. എന്നാൽ മാക്സിമം അങ്ങോട്ട് ഷൈൻ ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഗ്ലിറ്റർ പേപ്പർ തന്നെ യൂസ് ചെയ്തത്. ഗ്ലിറ്റർ പേപ്പറിനെ കാലിന് ചുറ്റും ഇതുപോലെ പൊതിഞ്ഞിട്ട് നമുക്ക് ഗ്ലൂ ഗൺ കൊണ്ട് എല്ലാ സൈഡും സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്കിപ്പോ ഒരു ആനയ്ക്ക് ഷൂട്ട് കൊടുത്ത പോലെ ഒരു ഫീലൊക്കെ വരും. പക്ഷെ വെയിറ്റ്, നമുക്ക് അതിനെ വൃത്തിയാക്കി കൊടുക്കാം. ഇട്ടുകൊടുത്ത ഷൂ നമ്മൾ തന്നെ വലിച്ചു കീറുകയാണോ എന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് അതിന്റെ ടോപ്പ് പോർഷനിൽ ഒരു ഇത്തിരി കട്ട് ചെയ്യണം, അത്രേ വേണ്ടുള്ളൂ. ഇനിയൊരു ഷൂവിന്റെ കോലം വരുന്ന പോലെ അച്ചാരം ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഷൂ കൊളാവും. അതേ സമയത്ത് ഞാൻ ഈ കാണിച്ച അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിഞ്ഞു കിട്ടും. സോറി, ബൈ ദ ബൈ, നമ്മുടെ പണിയല്ല, ഷൂവിന്റെ പണി കഴിഞ്ഞു കിട്ടും. എന്താ പണി തീർന്നില്ലേ? ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല, നിന്റെ പണി തീർന്നോന്ന്. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിൽക്കുവോ? മൂക്കില് പഞ്ഞിയും വെച്ച് എല്ലായിടത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? ആകമൊത്തം ഈ സാന്റ ആക്രി വെച്ചുണ്ടാക്കിയതാണെങ്കിലും ഒരു ടിപ് ടോപ്പ് ലുക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോ കൂടെ ചേർത്ത് കൊടുക്കാൻ 2 ഷൂസിലും. അങ്ങനെ നമ്മുടെ ബോയും റെഡി. ഇനി നമുക്ക് കാലിന് ചെയ്യാൻ വേണ്ടി കുറച്ച് അലങ്കോല പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അങ്ങനെ നമ്മുടെ സാന്റയുടെ 2 കാലുകൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായി മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം ഒരു വലിയ ബോട്ടിൽ എടുക്കണം. ബോട്ടിൽ ഏത് തരത്തിലുള്ളതാണെങ്കിലും ആവാട്ടോ. ഹാർപ്പിക്കിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ എണ്ണ കൊണ്ടുവരുന്ന ക്യാൻ ആയാലും കൂടെ മതി. ഇതൊന്നുമില്ലെങ്കിൽ 2 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും മതി. 2 ലിറ്റർ കുപ്പി എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമേ ഉള്ളൂ, സൊമാലിയയിലത്തെ പട്നി പാവൻ സാന്റയായി പോവും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടാന്ന്, സൊമാലിയക്കാർക്കും വേണ്ടേ സാന്റാക്ലോസ്. ഇനി ആ ബോട്ടിലിന്റെ ചുറ്റിലും നമ്മൾ ഇതുപോലെ ഒരു റെഡ് വെൽവെറ്റ് ക്ലോത്ത് അങ്ങോട്ട് ചുറ്റി കൊടുക്കുക. മീറ്ററിന് തുണി മുറിച്ചു കൊടുക്കുന്ന എല്ലാ കടയിലും നമുക്ക് ഇതുപോലത്തെ റെഡ് വെൽവെറ്റ് ക്ലോത്ത് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. റെഡ് വെൽവെറ്റ് ക്ലോത്തിന്റെ ഒപ്പം വൈറ്റ് കളറിലുള്ള ക്ലോത്തും കിട്ടുകയാണെങ്കിൽ നല്ലത്. എനിക്ക് തൽക്കാലം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് തുപ്പിന്ന് മുറിച്ചെടുക്കുക ചെയ്ത കേട്ടോ ഈ വെള്ള കളറിലുള്ള ക്ലോത്ത്. ഇനി ആ വെള്ള തുണീനെ നമുക്ക് ഡ്രസ്സിന്റെ ബോട്ടത്തിലും നടുവിലും ആയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോഴേ വര സ്ട്രെയിറ്റ് അല്ലേ എന്ന് നോക്കണേ. അടുത്തതായി നമ്മൾ സാന്റയ്ക്ക് 2 കൈയാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഷൂവിന് ഉപയോഗിച്ച അതേ വൈറ്റ് ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് കൈയിന്റെ ആകൃതിയിൽ വരച്ചെടുത്ത് മുറിച്ചെടുക്കാം. ടോട്ടൽ 4 കൈപ്പത്തി വേണം കേട്ടോ. കയ്യിന് ഞാൻ ഇപ്പൊ തൽക്കാലം ഗ്ലൗസ് ഇട്ട ഒരു ആകൃതിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൈപ്പത്തി ഒന്നും ഡിഫൈൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനിയിപ്പോ ആ മുറിച്ച 4 കൈപ്പത്തികളും കൂടി യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിക്കുമ്പോഴേ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടു കൊടുക്കണേ. സ്പേസ് വിടുന്നത് എന്തിനാന്ന് വെച്ചാ കൈ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വേണം കുത്തിക്കേറ്റാൻ. ആരെങ്കിലും ഒക്കെ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, ഷോ ഈ പെണ്ണ് പറഞ്ഞത് കേട്ടിട്ട് ആകെ കൺഫ്യൂസൻ ആയല്ലോന്ന്. പക്ഷെ കൺഫ്യൂസൻ ആവണ്ട, ഞാൻ ചെയ്യുന്നത് അതുപോലെ അങ്ങോട്ട് ഫോളോ ചെയ്താൽ മതി. പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതിന്റെ കൂടെ എന്റെ ചാനലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. അപ്പൊ നമുക്ക്
തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അതേ സെയിം വെൽവെറ്റ് ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് നീളത്തിൽ മുറിച്ച് അതിന് അറ്റങ്ങൾ ഒട്ടിച്ചിട്ട് ഒരു സിലിണ്ടർ ഷേപ്പിലാക്കി എടുക്കാം. അതിന്റെ അറ്റത്തോട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൈപ്പത്തികൾ കുത്തിക്കേറ്റേണ്ടത്. ഇനി ആ കൈകൾക്ക് ഒരു ജീവത്തുടിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികളുടെ ഏതെങ്കിലും സോഫ്റ്റ് ടോയ്സ് കുറച്ച് പഞ്ഞി പൊക്കിക്കോ. പിന്നെ ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് തന്നെ എന്നെ പോലെ ബുദ്ധിപൂർവ്വം കുട്ടികൾ സ്കൂളിലേക്കോ അംഗൻവാടിക്കോ പോകുമ്പോൾ ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് നമുക്ക് ഇതുപോലെ ഒരു വെള്ള ക്ലോത്ത് വേണം. അച്ഛന്റെയോ നമ്മുടെ ഹസ്ബൻഡിന്റെയോ വല്ല മുഷിഞ്ഞ ബനിയൻ ക്ലോത്ത് എടുത്താലും മതി കേട്ടോ. അതാവുമ്പോ സ്കിൻ കളർ മാച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ആ തുണിന്ന് ഒരുപോലെ 2 ഓവൽ ഷേപ്പ് വെട്ടിയെടുക്കാം കേട്ടോ. വെട്ടിയെടുത്ത ഓവൽ ഷേപ്പിന്റെ ചുറ്റും കൈകൊണ്ട് നമുക്ക് സൂചി നൂലും വെച്ച് തുന്നിയെടുക്കാം. ഇതിലും ഒരു ചെറിയ സ്പേസ് വിട്ടെടുക്കണേ. എന്തിനാന്ന് വെച്ചാൽ അതുപോലെ തുണീനെ തിരിക്കാനാണ്. ഇനി തിരിച്ചു വെച്ച തുണീന്റെ ഉള്ളിലും നമ്മൾ നേരത്തെ പോലെ പഞ്ഞി നിറച്ചു കൊടുക്കാം. പിന്നെ പഞ്ഞി അത്യാവശ്യം ഫ്ലഫി ആയിട്ട് ഇരുന്നോട്ടെ കേട്ടോ. ഇനി നമ്മൾ താടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. താടി ഉണ്ടാക്കാനായിട്ട് നല്ല വൈറ്റ് ഫർ ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ബെസ്റ്റ്. ഇന്ത്യയിൽ അതില്ല, അതുകൊണ്ട് തന്നെ പഞ്ഞിയുടെ റോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ ഒരുവിധം ത്രികോണ ഷേപ്പിൽ മുറിച്ചതിന് ശേഷം ഇതുപോലെ അരുകൊന്ന് പിടിച്ച് വലിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു സാധാ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഈ താടി ഒട്ടിച്ചു കൊടുക്കാം. ഈ വൈറ്റ് പേപ്പറിൽ നന്നായിട്ട് ഗ്ലൂ ആക്കാൻ മറക്കല്ലേ, ഇല്ലെങ്കിൽ താടി നേരെ ഒട്ടൂല കേട്ടോ. ഇനി നമ്മൾ ആ ഒട്ടിച്ച താടീനൊന്ന് പ്രസ് ചെയ്ത് സെക്യൂർ ചെയ്യാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ആ പേപ്പർ കട്ട് ചെയ്ത് കളയാം എന്നുള്ളതാണ്. പേപ്പർ കട്ട് ചെയ്യുന്നതിന്റെ കൂടെ അറിയാതെ കോട്ടൺ കൂടി കട്ട് ചെയ്തു പോയാലേ ഗ്രൂമിങ് കഴിഞ്ഞ ന്യൂജൻ സാന്റാക്ലോസ് ആയി മാറും ട്ടാ. ഇനി കുറച്ചും കൂടെ ഒന്ന് ഒറിജിനാലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞി കഷ്ണം കോട്ടൺ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ അച്ചാനും മുച്ചാനും ഒട്ടിച്ചു കൊടുക്കാം. ഇനിയത്തെ പ്രോസസ്സ് നമ്മുടെ എളുപ്പമാണ്. ഈ താടി എടുത്ത് നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച സുന്ദരമായ മുഖത്തേക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. സോറി, ഇപ്പൊ കണ്ണും മൂക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന് ഒരു ഇത്തിരി കുറവുണ്ട്. പക്ഷെ അവസാനത്തെ സ്റ്റെപ്പ് ആകുമ്പോഴേക്കും നമ്മൾ സുന്ദര കുട്ടപ്പനാക്കി എടുക്കൂട്ടാ. പിന്നെ ഒരു കാര്യം വീഡിയോയിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് ആ ഒരു തൊപ്പി പോലെ ഒരു സാധനം തലയിൽ ഒട്ടിച്ചു വെച്ചതാണ്. അത് നമ്മൾ ഒരു ചാർട്ട് പേപ്പറിനെ കോൺ ഷേപ്പിൽ അവിടെ എടുത്ത് ഒട്ടിച്ചു വെച്ചാണ്. അത് നമ്മൾ ഈ ഒറിജിനൽ തൊപ്പി വെക്കുമ്പോൾ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. കൂടെ ഒരു സപ്പോർട്ടും ആയിക്കോട്ടെ എന്ന്. ഇനിയത്തെ പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. കാലിനെയും ഉടലിനെയും നമുക്ക് ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ കാർഡ്ബോർഡ് മുറിച്ചെടുത്ത് കാലിലാദ്യം ഒട്ടിക്കുക. ഇനി അതിന്റെ മുകളിൽ നല്ലോണം ഗമ്മാക്കിയിട്ട് ഉടലും കൂടി ഒട്ടിച്ചാൽ നമ്മുടെ സാന്റ റെഡി. കണ്ണും മൂക്കും കണ്ണടയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് അച്ചാനും മുച്ചാനും ഒട്ടിച്ചാൽ കഴിഞ്ഞില്ലേ പണി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. കമന്റ് വന്നു എന്നറിയാൻ ഞാൻ കമന്റ് ബോക്സിൽ കുത്തിയിരിക്കാറുണ്ട്. അപ്പൊ ബൈ.